ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ ഒരു 2 വരി ഒരാശയമാണ് കൊണ്ടുവരുന്നത്. സ്വന്തം പ്രയാസങ്ങളെ വലുതായി കാണുകയും മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ലാഘവത്തോടെ കാണുകയും ചെയ്യുക. ഇത് 2 വരിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ വളരെ വിശാലമായ ആശയങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. അതെ, എല്ലാവർക്കും എല്ലാവരുടെയും പ്രശ്നങ്ങൾ വലുത് തന്നെയാണ്. പക്ഷെ അത് മറ്റുള്ള ഒരാളുടെ പ്രശ്നങ്ങളാകുമ്പോൾ നമുക്ക് അതിന് നമ്മൾ എന്താ എനിക്ക് ഇത്ര അല്ലേ ഇതിപ്പോൾ എന്താ ലോകത്ത് ആർക്കും ഇല്ലാത്തതാണോ? അപ്പോൾ അതിനൊരു ലാഘവത്തോടു കൂടി കാണുന്ന ഒരു അവഗണന ഒക്കെ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു വിഷയം തന്നെയാണത്. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെയാണ്, നമ്മൾ സ്വന്തം ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബേജാറായിരിക്കും, അല്ലെങ്കിൽ നമ്മളതിൽ ഭയങ്കര ശുഷ്കാന്തി കാണിക്കും. ആ കാര്യം ചെയ്ത് തീർക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ലഭിക്കേണ്ട ഒരു സംഗതി അതിന് നമ്മൾ ഭയങ്കര ആവേശമൊക്കെ കാണിക്കും. മറ്റുള്ളൊരു കാര്യം ചെയ്ത് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതോ നമുക്ക് പൊതുവെ ആളുകൾ ലാഗിങ് നടത്തും, അല്ലെങ്കിൽ അതിനത്ര വലിയൊരു ശ്രദ്ധ കൊടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. അവനവൻ്റെ കാര്യം വരുമ്പോൾ ഉഷാറാവുകയും മറ്റുള്ളവരെ പരിഗണിക്കാതെ പോവുക, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കാതിരിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ട് നമ്മൾ ചുറ്റുഭാഗങ്ങളിൽ കാണുന്നതാണ്. ഈവൻ നമ്മളിലൊക്കെ തന്നെ സംഭവിക്കുന്നൊരു ഇതാണത്. അസുഖങ്ങളൊക്കെ വരുമ്പോഴേ, ഇപ്പോൾ അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പറയും എനിക്കൊക്കെ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാനിപ്പോൾ അതിന് ഹോസ്പിറ്റലിലേക്കൊന്നും പോയിട്ടില്ല, അതിനിപ്പോൾ മറ്റേ ഗുളിക എടുത്ത് കഴിച്ചാൽ പോരെ എന്നൊക്കെ പറയും. എന്നാൽ ഈ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഗതി ഉണ്ടാകുമ്പോഴോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആകെ ബേജാറായി, ഇന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇവിടെ നിന്ന് കൊണ്ടുപോയി പോരാ, അപ്പുറത്ത് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ അല്ലേ. മറ്റേ വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യും, അതിപ്പോൾ ഇവിടെ പോയാൽ പോരെ, എന്തിനാപ്പോൾ അങ്ങോട്ട് പോണതിൻ്റെ മുമ്പ് തന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. അപ്പോൾ ഇതിങ്ങനെ മറ്റുള്ളവർക്ക് നമ്മളെക്കാട്ടൊരു പരിഗണന കിട്ടുക അല്ലെങ്കിൽ കെയർ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു മനസ്സിലൊരു ചെറിയ അസൂയ ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും മറ്റുള്ളവൻ്റെ വിഷയങ്ങളെ ലാഘവത്തോടു കൂടി കാണാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അസുഖവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ തന്നെയാണ് ചില ആളുകളൊക്കെ ചെറിയ ഒരു അസുഖമോ കാര്യങ്ങളോ വരുമ്പോൾ തന്നെ എന്താവും, പിന്നെ ഒരു ഭാഗത്ത് ബെഡ് കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് ആവശ്യം ഉണ്ടാവും, ഓക്കെയാണ്. പക്ഷെ എന്നാലും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം പോലും ചെയ്യാൻ ശ്രമിക്കാതെ അത് മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കും. അവനനുഭവം ഒരു ഹെൽപ്പ് വേണ്ടതൊക്കെ, എന്നാൽ ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്നവർ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇതേ വ്യക്തി തന്നെ ആ വീട്ടിലിപ്പോൾ മറ്റൊരാൾക്ക് വരുമ്പോൾ അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ എന്നുള്ളൊരു മനോഭാവത്തിൽ പെരുമാറുന്നതും നമുക്ക് കാണാൻ കഴിയും. അസുഖത്തിൻ്റെ കാര്യങ്ങൾ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ല. ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മളതിനെ എല്ലാവരോടും പറഞ്ഞ് വലിയ സംഭവമാക്കിയിട്ട് എന്ത് ചെയ്യും, ആ ആവശ്യങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും. മറ്റുള്ളവർക്കൊരു പ്രയാസം വരുമ്പോൾ അതിപ്പോൾ എന്താ, ഓന് അധ്വാനിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ ഓൻ തന്നെ നോക്കേണ്ടതല്ലേ, ഓൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അവനെ മാത്രമുള്ളൊരു വിഷയമാക്കിയിട്ട് അതിനെ വളരെ ഗൗരവമുള്ളൊരു സാധനമാക്കി മാറ്റും. അപ്പോൾ മറ്റുള്ളവർക്ക് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നൽകുന്ന പരിഗണന അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിനൊരാവശ്യം വരുമ്പോൾ കിട്ടാതെ പോകുന്നു എന്നതും എന്താണ്, ഒരു ലാഘവത്തോട് കൂടി കാണുന്നൊരു വിഷയം തന്നെയാണ്. അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിനെ വേറൊക്കെ തലത്തിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കും മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്കും പല ചിന്തകളും വരുന്നുണ്ടാവും അല്ലേ ഈ ഒരു പോയിന്റ്. കാരണം സ്വന്തം കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവരെ വളരെ ലാഘവത്തോടെ കാണുക എന്ന് പറയുമ്പോൾ അത് പല മേഖലയിലും, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചവർക്ക് തന്നെ പല മേഖലയിലും അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് ബാക്കി ശ്രോതാക്കളും കേൾക്കുന്ന ആളുകളും ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളട്ടെ.